എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ടെറസിൻ്റെ മുകളിലേക്കൊന്ന് വന്നതാണേ. അപ്പം മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ കുറച്ച് കോളിഫ്ലവർ ഉണ്ട്. അതിൽ ഏകദേശം വിളവെടുക്കാനായിന്. അപ്പോൾ കുറേ നാളെ ഇതിനൊന്നും ഞാൻ ശ്രദ്ധിക്കലില്ല. അപ്പം മോള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മോൾ തന്നെയാണ് ഇതെല്ലാം കെട്ടി വെച്ചിട്ട് പോയത്. അപ്പോൾ കെട്ടി വെച്ചാൽ പെട്ടെന്നാകുമെന്നൊരു വീഡിയോ കണ്ടു. അങ്ങനെ അവൾ കെട്ടി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ മോളിന്ന് പോകുന്നത് കൊണ്ട് അതിന് കുറച്ച് പറിക്കാൻ വേണ്ടിയാണ് മുകളിലേക്ക് വന്നത്. അപ്പോൾ അവർക്ക് രണ്ടാക്കും തന്നെ നല്ല ഇൻട്രസ്റ്റ്. ഇത് കണ്ടില്ലേ, എല്ലാം കെട്ടി വെച്ചതെന്നു. അതെല്ലാം ഒന്ന് കെട്ടയച്ച് അതിന് വിളവായിനോ നോക്കാൻ വേണ്ടി. അപ്പോൾ ഒരു 5-6 ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെച്ചാൽ പിന്നെ അത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിന്ന് കുറച്ച് എടുക്കാൻ വേണ്ടി കയറി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഒരുപാട് മരുന്നുകളടിച്ച് വരുന്ന കോളിഫ്ലവറാണ്. പക്ഷേ ഇത് നമുക്ക് ഒന്നും വിഷങ്ങൾ ഒരംശം പോലും ഇല്ല. ഒന്നും മാത്രമല്ല, ഞാൻ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഉപയോഗിക്കലില്ല. ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും ആട്ടിൻ വളമാണ് ഞാൻ ഇതിനിട്ട് കൊടുത്തിട്ടുണ്ട്. കലക്കി വെച്ചിട്ട് ഒരു 2-3 ദിവസത്തെ കഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കൽ. അല്പം കഞ്ഞിവെള്ളം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യും. വേറെ കാര്യമായിട്ടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്നാകുന്ന സാധനമാണ്. മഞ്ഞ മാത്രമാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. മഞ്ഞുകാലത്താണ് കൂടുതൽ നന്നായി വരുത്ത്. ചൂട് കൂടുമ്പം പെട്ടെന്ന് ഇത് നശിച്ചു പോകും. അങ്ങനെ വിളവ് ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, നന്നായി വിളഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് പെട്ടെന്നായത് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയാണെന്നെല്ലാം കെട്ടി വെച്ചത്. ചെറിയ തോതിൽ ഉണ്ടായിട്ടില്ല, കാരണം അന്ന് ശ്രദ്ധിക്കാൻ ആളുണ്ടായിട്ടില്ല. ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് എനിക്ക് ഏറ്റവും പ്രധാനം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലേ ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് കണ്ടില്ല, ബാക്കിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 കൂടി ഉണ്ട്. കുറച്ച് കാബേജും കൂടി തൈ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാബേജിൽ അങ്ങനെ കാര്യം പിടിച്ചിട്ടില്ല. പിടിക്കണത്രേ. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. ഇന്ന് വിളവെടുത്ത ഈ കോളിഫ്ലവർ ഏകദേശം എത്ര കിലോനുണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ അഭിപ്രായങ്ങൾ അറിയിക്കണം.